നമസ്കാരം. നാടകപ്പറമ്പിലേക്ക് ആൾക്കൂട്ടം ഒഴുകിയെത്തുന്നു. കേരളത്തിൽ നാടകം തിരികെ വരികയാണ്. സ്കൂൾ യുവജനോത്സവ വേദികളിലെ പൊളപ്പൻ നാടകങ്ങൾ, ജനക്കൂട്ടം ആരവം മുഴക്കി സ്വീകരിക്കുന്ന പ്രൊഫഷണൽ നാടകങ്ങൾ, പരീക്ഷണങ്ങളുമായി സമാന്തര നാടകങ്ങൾ, ചങ്കുറപ്പോടെ നേരിൻ്റെ രാഷ്ട്രീയം പറയുന്ന ജീവനുള്ള നാടകങ്ങൾ, ലോക ക്ലാസിക്കുകളുടെ മലയാള അവതരണങ്ങൾ, കോളേജ് ക്യാമ്പസുകളിൽ ഉൾപ്പെടെ നാടകം ജീവിച്ചു തുടങ്ങി. ഭ്രാന്തൻ ക്രിയേറ്റിവിറ്റിയുമായി പുത്തൻ തലമുറ സിനിമയെ തിരിച്ചുപിടിച്ചതുപോലെ സർഗാത്മക നാടകങ്ങളുടെ ഫസ്റ്റ് ബെൽ മലയാളക്കരയാകെ മുഴങ്ങിത്തുടങ്ങി. പല കാലത്ത് പലയിടങ്ങളിൽ ലോകത്തെ മാറ്റിമറിച്ചതിൽ കുറേ നാടകങ്ങളും ഉണ്ടായിരുന്നു. ആലപ്പുഴ മരുതം സംഘത്തിൻ്റെ മാടൻ മോക്ഷം എന്ന നാടകം ഉത്തരങ്ങൾ തരാൻ ശ്രമിക്കാതെ നമ്മുടെ വർത്തമാനകാലത്തെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന ചില അടിസ്ഥാന ചോദ്യങ്ങൾ വേദിയിൽ ഉയർത്തിക്കൊണ്ട് കേരളമാകെ പടരുകയാണ്. കേരള സംസ്ഥാന സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച അമച്വർ നാടക മത്സരത്തിൽ ഏറ്റവും മികച്ച നാടകം, മികച്ച സംവിധായകൻ, മികച്ച നടൻ എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ച നാടകം കൂടിയാണ് മാടൻ മോക്ഷം. പ്രമുഖ മലയാള തമിഴ് എഴുത്തുകാരനായ ജയമോഹൻ്റെ കഥയാണ് ആധാരം. രാജ്മോഹൻ നീലേശ്വരമാണ് നാടകരചന. പ്രശസ്ത സംവിധായകൻ ജോബ് മഠത്തിലാണ് ഈ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചലച്ചിത്ര നടൻ കൂടിയായ പ്രമോദ് വെളിയനാടും നാടക പ്രവർത്തകനായ ജയചന്ദ്രൻ തകഴിയും ഉൾപ്പെടെയുള്ളവരാണ് ഈ നാടകത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. മാടൻ മോക്ഷം എന്ന നാടകം അതിൻ്റെ സൗന്ദര്യ സങ്കല്പത്തിനപ്പുറത്ത് ഉയർത്തുന്ന മണ്ണിൻ്റെയും പരിസ്ഥിതിയുടെയും അടിത്തട്ട് ജനതയുടെ സംസ്കാരത്തിൻ്റെയും രാഷ്ട്രീയത്തെ കടല കുറിക്കുന്ന ലാഘവത്തോടെ നമുക്ക് കാണാനാവില്ല. രാജ്മോഹൻ നീലേശ്വരത്തിൻ്റെ നാടകരചന ചൂടും ചൂരും നിറഞ്ഞതാണ്. ഓരോ രംഗവും കൊതിപ്പിക്കുന്ന ഒരു കഥ പറച്ചിലല്ല, ഒരു ചരിത്രാവസ്ഥ തുറന്നു കാട്ടുകയാണ്. സംവിധായകൻ ജോബ് മഠത്തിൽ നാടകത്തെ ഒരു കലാശില്പമാക്കാൻ ശ്രമിക്കുകയല്ല, മറിച്ച് പ്രേക്ഷകനിൽ തീ നിറയ്ക്കുന്നു. കാണികളെ ആശ്വസിപ്പിക്കുകയല്ല, തുടർച്ചയായ അസ്വസ്ഥതയാണ് നാടകത്തിൻ്റെ പൊതു സ്വഭാവം. ജയചന്ദ്രൻ തകഴി അവതരിപ്പിച്ച മാടൻ ദൈവം അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ച വിശുദ്ധ ദൈവമല്ല, കരഞ്ഞും കോപിച്ചും ചോദ്യമുന്നയിച്ചും നിൽക്കുന്ന ഒരു മനുഷ്യ സാന്നിധ്യമാണത്. ദൈവം ഇവിടെ ഉയർന്ന സ്വരത്തിൽ സംസാരിക്കുന്നു. തൻ്റെ മണ്ണും മനുഷ്യരുമാണ് മാടൻ്റെ ലോകം. അവ നഷ്ടപ്പെടുമ്പോൾ മാടൻ ദൈവം ശാന്തനാകുന്നില്ല, മനുഷ്യനായി തകർന്നു പോവുകയാണ്. തൻ്റെ ജനതയിൽ നിന്ന് അകറ്റപ്പെടുമ്പോൾ മാടൻ ദൈവം അനുഭവിക്കുന്ന ആന്തരിക കലഹവും അസ്തിത്വവേദനയും ജയചന്ദ്രൻ ഗംഭീരമായി അവതരിപ്പിച്ചു. കുഞ്ഞനായി വേഷമിട്ട പ്രമോദ് വെളിയനാടിൻ്റെ അഭിനയമാണ് നാടകത്തിൻ്റെ കരുത്തും ജീവനും. കുഞ്ഞൻ ഒരു കഥാപാത്രമല്ല, ഒരു കാലത്തിൻ്റെ സാക്ഷ്യമാണ്. തൻ്റെ ദൈവത്തെ നഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ മുഴുവൻ നിസ്സഹായതയും ഇതോടൊപ്പം ഉയരുന്ന പ്രതിരോധവും പ്രമോദ് വെളിയനാട് കുഞ്ഞൻ്റെ ശരീരത്തിലേക്ക് പകർന്നു നൽകുന്നുണ്ട്. എൻ്റെ മാട എന്ന നിലവിളി ഭക്തിയുടെ ശബ്ദമല്ല, ചരിത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവൻ്റെ അവസാന നിലവിളിയാണ്. ഇവിടെ അടിത്തട്ട് ജനതയുടെ ദൈവം മാത്രമല്ല മാറുന്നത്, മണ്ണ്, കല, ഭാഷ, ശരീരം എല്ലാം പതുക്കെ അവരിൽ നിന്ന് കൈവിട്ടു പോവുകയാണ്. അടിത്തട്ട് ജനതയുടെ ദൈവത്തെ, ഫോക്ലോറുകളെ, കാടൻ ശീലികളെ വെള്ളയുടെ ഭൂമികയിലേക്ക് അഭിഷേകം ചെയ്ത് മാറ്റുകയാണ്. ഒരു സമൂഹത്തിൻ്റെ ഓർമ്മകളെയും ജീവിത വ്യവസ്ഥയെയും ഡിലീറ്റ് ചെയ്യുകയാണ്. ആരോ എവിടെയോ ഇരുന്ന് ആസൂത്രിതമായി കരുക്കൾ നീക്കുന്നു. പക്ഷേ ഈ നാടകത്തിൽ മണ്ണും ചേറും വിയർപ്പും കള്ളും പോത്തും ചേർന്നൊരുക്കിയ കറുത്ത സംസ്കാരത്തിൻ്റെ അടുക്കളയ്ക്കുള്ളിൽ നിന്ന് ഒരു മൂളാക്കം ഉയരുന്നുണ്ട്.
അത് മുഴക്കമുള്ള ഒരു പ്രസ്താവനയല്ല, കൊതിപ്പിക്കുന്ന മന്ത്രങ്ങളുമല്ല, മറിച്ച് ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന ഒരു അണ്ടർ കറൻ്റാണ്. കടന്നു വന്ന് ഇല്ലാതാക്കിയവരെ പേടിപ്പെടുത്തുന്ന ഒരു ഒഴുക്ക്. അടിത്തട്ട് ജനതയുടെ മണ്ണ്, പെണ്ണ്, രാഷ്ട്രീയം, ആത്മീയത, ദൈവം ഇതൊക്കെ തിരികെ എത്തും. അത് പ്രഖ്യാപനമല്ല, നിലവിളിയുമല്ല, ഭൂമിക്കടിയിൽ പതുക്കെ ശക്തി കൂടിക്കൂടി വരുന്ന ഒരു സാന്നിധ്യമാണ്. മാടൻ മോക്ഷം ഒരു ദൈവത്തിൻ്റെ കഥയല്ല, ദൈവങ്ങളെ നിർമ്മിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക യന്ത്രത്തെക്കുറിച്ചുള്ള തുറന്ന കാഴ്ചയാണിത്. വേദിയിലെ വെളിച്ചം അണയുമ്പോൾ നാടകം അവസാനിക്കാം, പക്ഷേ മണ്ണിൽ നിന്നുയർന്ന ആ ശബ്ദം കാണികളുടെ ഉള്ളിൽ ഇനിയും ഒഴുകിക്കൊണ്ടിരിക്കും. മാടൻ ദൈവം ചങ്കുപൊട്ടി നിലവിളിക്കുന്നത് കേൾക്കുന്നില്ലേ? എനിക്കെൻ്റെ മണ്ണും മക്കളെയും തിരിച്ചുതാ.